മറ്റു വാർത്തകളിലേക്ക്. അപകടം പതിയിരിക്കുന്ന കരിമരുന്ന് പ്രയോഗത്തിന് പകരം ഇലക്ട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെടിക്കെട്ടൊരുക്കി തൃശൂർ പാവറട്ടിപ്പള്ളിയിലെ പെരുന്നാൾ ആഘോഷം. പരവൂർ ദുരന്ത പശ്ചാത്തലത്തിലാണ് സെന്റ് ജോസഫ് പള്ളിയിലെ 8ാം തിരുനാൾ ആഘോഷ വെടിക്കെട്ട് വിദേശ രാജ്യങ്ങളിലേതുപോലെ വർണ്ണശബളമാക്കിയത്. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മാമാങ്കങ്ങളിലും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയുള്ള മേളകളിലും കാണാനാകുന്ന വെടിക്കെട്ടിന് സമാനമായിരുന്നു പാവറട്ടിപ്പള്ളിക്ക് മുകളിൽ തീർത്ത വർണ്ണപ്പൊലിമ. തീർത്തും അപകടരഹിതമായ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു വെടിക്കെട്ട്. പള്ളിക്ക് താഴെ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾക്ക് സ്വസ്ഥമായി വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. ആവശ്യത്തിന് ശബ്ദവും വർണ്ണപ്പൊലിമയ്ക്ക് പ്രാധാന്യവും നൽകിയ വെടിക്കെട്ടിന് പിന്നിൽ തൃശൂർ അത്താണി സ്വദേശി ഫ്രാൻസിസ് എലവത്തുങ്കലായിരുന്നു. ഇങ്ങനെ കോൾ ഫയർ എന്ന് പറയാ, വെടിക്കെട്ടായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. അപകടരഹിതമാണ്, തൊടാം, ധൈര്യമായിട്ട് തൊടാം. പരവൂർ ദുരന്ത പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വന്നതോടെയാണ് അപകടരഹിത വെടിക്കെട്ടൊരുക്കാൻ സംഘാടകരെ പ്രേരിപ്പിച്ചത്. നമുക്ക് അനുമതി ലഭിച്ചില്ല എന്നുള്ളതല്ല, ഈ കമ്മിറ്റി ഒന്നടങ്കം ആലോചിച്ചപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ വെടിക്കെട്ടിനെ താൽക്കാലികമായി മാറ്റി നിർത്തിക്കൊണ്ട്, എന്നാൽ വെടിക്കെട്ട് പ്രേമികളെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേക ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് ഈ വെടിക്കെട്ട് ഇന്ന് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഡിജിറ്റൽ പൈറോ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇത്ര വിപുലമായ രീതിയിൽ വെടിക്കെട്ട് സംഘടിപ്പിക്കുന്നത്. റിപ്പോർട്ടർ തൃശൂർ.